ഇവാൻ, എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നേ? മമ്മി എണീക്കുന്നില്ല. അത് ഗുളികയുടെ ക്ഷീണ. നീ വന്ന് റെഡിയാവാൻ നോക്ക്. വാ. ആ, നടക്ക്. എല്ലാം ഉണ്ടല്ലോ അല്ലേ? ID കാർഡ് അവിടെ പോക്കറ്റിൽ. കഴുത്തിലിട്. ഇനി അതിന് ഫൈൻ കൊടുക്കണ്ട. മമ്മി എണീറ്റോ? ഇല്ലാ തോന്നുന്നു. ഞാൻ പോയി നോക്കട്ടെ. ഇറങ്ങാന്ന് പറഞ്ഞിട്ട് വരാം. ഓക്കെ. റിയ, റിയ മോളെ. ഞാൻ ഉറങ്ങിപ്പോയി. എണീക്കണ്ട. ഞാൻ ഇവാനെ സ്കൂളിലാക്കി ഒരു 15 മിനിറ്റിൽ തിരിച്ചു വരും. പോരെ? അതോ ഇപ്പൊ ഫുഡ് എടുക്കണോ? വേണ്ട, പോയിട്ട് വാ. ഞാൻ കുറച്ചു നേരം കൂടെ കിടക്കട്ടെ. ഞാൻ മെയിൻ ഡോർ ലോക്ക് ചെയ്തിട്ട് പോവാം. ആ, ഇവൻ റെഡിയായോ? താഴെ വെയിറ്റ് ചെയ്യാം. ആ, എന്നാ പോയിട്ട് വാ. ആ, എണീറ്റോ? ഞാൻ കഴിക്കാൻ എടുത്തിട്ട് വരാം. ആ, ഉപ്പ് ഓക്കെ അല്ലേ നോക്ക്. ഇത്തിരി കുറവാ, പക്ഷെ ഇത് മതി. ആ, എന്നാ ഞാൻ ടാബ്ലറ്റ്സ് എടുത്തിട്ട് വരാം. എന്താ? അടുത്ത ആഴ്ച പ്രൊജക്ട് വെക്കണം. നീ ഏത് കോഴ്സാ ചെയ്യുന്നേ? MA എക്കണോമിക്സ്. ഓ, കൊറേ ഉണ്ടോ? ഞാൻ എഴുതി തരാം. ഏയ്, ഞാൻ എഴുതിക്കോളാം. വേണ്ട, റെസ്റ്റ് പറഞ്ഞതല്ലേ, നടുവേദനിക്കും. ഞാൻ മടക്കുമ്പോ ജസ്റ്റ് ഇച്ചിരി എഴുതിയാ മതി. 2 ഹാൻഡ് റൈറ്റിംഗ് മിക്സ് ആക്കി എഴുതണ്ട. ഞാൻ എഴുതിക്കോളാം. കൊറേ ഉണ്ടാവും. ഉം, ചിത്രം വരയ്ക്കാനൊക്കെ ഉണ്ടാവും. ഉം. ജസ്റ്റിച്ചിന് ഓഫീസിൽ പോണ്ടേ? പോണം. അതാ പറഞ്ഞേ, ഞാൻ ചെയ്തോളാം. ഞാൻ ലീവ് എടുത്തു. 1 മാസോ? ഉം. അത് വേണോ? നീ കഴിച്ചിട്ട് ഈ ടാബ്ലറ്റ്സ് കഴിക്ക്, എന്നിട്ട് പോയി കിടന്നു. നീ എന്താ ഇവിടെ? ഞാൻ ആ വക്കീൽ ജോണിസ്കറിയുടെ അടുത്ത് പോയതാ. ആ, എന്തു പറഞ്ഞു? ITRന്റെ റിപ്പോർട്ട് വേണം. ആ, അത് ഓഫീസിലുണ്ട്. എങ്ങനെയുണ്ട്? മുറിവ് കുറച്ച് ഉണങ്ങാനുണ്ട്. പിന്നെ ഇടയ്ക്ക് പെയിൻ വരും. ഞാൻ അത് കഴുകി വെച്ചിട്ട് വരാം. റിയ. ആ, സോറി മോളെ. നീയാണെന്ന് അറിയാതെ ഞാനെന്ന്. അത് സാരല്ല. നിങ്ങളെ തമ്മിൽ കാണാൻ ഇത്രയും സാമ്യം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നേഹ പോയതിനു ശേഷം നിന്നെയും കണ്ടിട്ടില്ല. നിനക്കറിയോ അവൾ എവിടെയാ പോയെന്ന്? അവളെ പിന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നോ? ഒരു വട്ടം. അപ്പച്ചനെയും മമ്മീനെയും വിളിക്കാൻ ധൈര്യമില്ലാത്തോണ്ട് എന്നെ വിളിച്ചേ. അവരോട് മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പച്ചൻ അത് കേട്ട് കലിയിളക്കി എന്റെ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചു. പുകഞ്ഞ കൊള്ളി പുറത്ത് അവളുടെ പേര് പോലെ ഇനി മിണ്ടരുത് പറഞ്ഞു. അത്ര തന്നെ. ഞാൻ നിന്നെ കണ്ടൊരു സോറി പറയാൻ കയറിയതാ. അത് സാരല്ല. ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണം കഴിഞ്ഞോ? അതോ ഇപ്പോഴൊരു രംഗത്തിന് ബാലിയില്ലേ? എന്റെ കല്യാണവും കഴിഞ്ഞു. ഇപ്പൊ ഒരു ബേബി ഉണ്ട്. 90 കഴിഞ്ഞു പെങ്കച്ച. ആണോ? ഞാൻ ഒരു ദിവസം വരാം. നീ ഉറപ്പായിട്ടും വരണം. ഞാനൊന്ന് ഇറങ്ങട്ടെ ജസ്റ്റിന്. ആടാ, എന്തേലും ഉണ്ടായി വിളിക്കേ. ആടാ, ശരി എന്നാ. റിയ. ആ, ഞാൻ എന്നാ പോയി കിടക്കട്ടെ. ആ.
ചക്കരയെ പനി മാറിയോ? ഇല്ലടാ. മരുന്ന് കഴിച്ചോ? കഴിച്ചു. അതെ, പപ്പ മമ്മീനെ നോക്കിയോ? ആ ശരിക്കും? ആന്നേ. അൺബിലീവബിൾ. പപ്പയ്ക്ക് എന്തോ പറ്റി. ഞാൻ എന്നാ പോയി യൂണിഫോം മാറി സ്നാക്സ് കഴിക്കട്ടെ. ഓക്കെ. നീ ഒന്നും ചെയ്യുന്നില്ലല്ലോ അല്ലേ? ഇല്ലെന്നേ, ജസ്റ്റ് ലീവ് എടുത്തിരിക്കുക 1 മാസത്തേക്ക്. അയ്യോ, ഈ ചെക്കൻ ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞതാ, കേൾക്കുന്നില്ല. ഇവാൻ എന്തേടി? 100 വയസ്സാ, ദാ വരുന്നു. മമ്മി കോൾ ചെയ്യാണോ? അതെ, വാ ഒരാളെ കാണിച്ചു തരാം. ആരാ? ആരാ? മോൻ പറ. എനിക്കറിയില്ല. അച്ചടാ, ഇതാണ് നിന്റെ അമ്മാമ്മ. മമ്മിയുടെ മമ്മിയോ? ഹായ് അമ്മാമ്മേ. ഹായ്. മോന് സുഖാണോ? ആ. ചായ കുടിച്ചായിരുന്നോ? ആ. എന്നതാ കഴിച്ചേ? മാക്രോണി. നിന്റെ പപ്പ ഉണ്ടാക്കിയതാ? ആ. അപ്പാപ്പൻ എന്തേ ചോദിക്ക്. അപ്പാപ്പൻ എവിടെ? ഷോപ്പിൽ പോയടാ. രാത്രി വന്നിട്ട് വീണ്ടും കോൾ ചെയ്യാവേ. ആ. അച്ചടാ. ടാബ്ലറ്റ്സ്. ശരി മമ്മി, ഞാൻ പിന്നെ വിളിക്കാം. ആ ശരി മോനെ, ടാറ്റാ. ടാറ്റാ. മമ്മിയാണോ? ആ. ഇവാൻ വാ, ഹോംവർക്ക്. ഞാൻ ഹോംവർക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ. നിനക്കെന്തേലും വേണോ? തണുത്ത എന്തേലും. ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ട്, മതിയോ? ഇത് മറ്റേ മീനല്ലേ? ആ, കൂന്തൽ. എനിക്ക് ഇഷ്ടല്ല, റബ്ബർ പോലെ. അത് അന്നല്ലേ, ഇന്ന് പാകത്തിന് വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ട. അതിനത് നിനക്കല്ല, നിനക്കതാ പ്രോൺസ്. അപ്പൊ ആർക്കാ? അതേത് മീനാ ജസ്റ്റിച്ച? കൂന്തൽ. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. മേടിക്കണം. ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റാ. എന്നാ മേടിച്ചോ? വേണ്ട മോനെ, ഇവള് കഴിക്കത്തൊന്നുമില്ല. ചുമ്മാ ഇരിയടി. അടിപൊളി. എത്ര പേജ് എഴുതണം? ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ മിനിമം 10 പേജ്. ഓക്കെ. എന്റെ ഒരു PDF ഉണ്ട്, ഞാൻ സെൻഡ് ചെയ്തുതരാം. ഓക്കെ. അത് എങ്ങനെ സെൻഡ് ചെയ്യും? വാട്സാപ്പ്. ഓ, ഫോൺ കൊണ്ടാ. ഇതാ എന്റെ നമ്പർ. ഓക്കെ, ഞാനിപ്പോ സെൻഡ് ചെയ്യാം. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ചേച്ചിക്ക് പകരം ഒരു ഏട്ടനായിരുന്നെങ്കിൽ. എനിക്ക് ഭയങ്കര ഇഷ്ട ഏട്ടന്മാരെ. എന്റെ പൊന്നുമോളെ, അത് നിനക്കില്ലാത്തോണ്ട് തോന്നുന്ന. എന്റെ ജസ്റ്റിച്ചും പാവ, എനിക്ക് ഒത്തിരി ഇഷ്ട. എന്നെ വലിയ കാര്യ. അത് നിന്റെ ഏട്ടനാവില്ലല്ലോ, അളിയനല്ലേ? അല്ല, എനിക്ക് എന്റെ ഏട്ടനാ. എന്താ, പെയിൻ വല്ലതും? ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട. പിന്നെന്തിനാ കരയുന്നേ? ഒന്നുമില്ല. വെറുതെ കരയോ ആരെങ്കിലും? ഒന്നുമില്ല, സത്യം. കള്ളം പറയല്ലേ. മമ്മി സർപ്രൈസ് ആയി പോയല്ലേ. എനിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിപ്പ് അടയ്ക്കുന്നില്ല. അതാ ഇവിടെ വന്നൊന്ന് ഇവളെ കണ്ടിട്ട് പോവാന്ന് കരുതി. അതിനെന്താ, എനിക്ക് ഞാൻ ചായ എടുക്കാം. ഓ വേണ്ട മോനെ, ഇതെന്നാ നിന്റെ പ്രൊജക്റ്റാ? ആ. ഇതിന്റെ വല്ല പാടും ഉണ്ടോ മോനെ? അത് സാരല്ല. അപ്പച്ചൻ വന്നില്ല? ഇല്ല, ഇന്ന് സ്റ്റോക്ക് എടുപ്പാ. ആ, എന്നാ നിങ്ങൾ സംസാരിക്കേ. ഇവാന്റെ സ്കൂൾ വിടാൻ ടൈമായി. ഞാൻ അവനെ കൂട്ടിയിട്ട് വരാം. സ്കൂൾ ബസ്സില്ലേ? ഉണ്ട്, പക്ഷെ ബസ്സിന് വന്നിട്ട് ഇവിടെ ആരാ ഉള്ളേ? ഒന്ന് വാതിൽ തുറന്നു കൊടുക്കാൻ പോലും ആരുമില്ലല്ലോ. അതുകൊണ്ട് അവന്റെ സ്കൂൾ ടൈമും എന്റെ ഓഫീസ് ടൈമും ഒന്നാ. ഞാൻ ഒരു 15 മിനിറ്റ് തിരിച്ചെത്തും. എന്തെങ്കിലും മേടിക്കണോ? വേണ്ട മോനെ, ഇവിടെ ഉള്ളതൊക്കെ മതി. ശരി, ഞാൻ പോയിട്ട് വരാം.
ഇവിടെ വേദന ഉണ്ടോടി കൊച്ചേ? കുറച്ച്. മമ്മി മമ്മി ഇവാൻ പോയി യൂണിഫോം മാറി ഫ്രഷ് ആയിട്ട് വാ. ഇതല്ലേ ഇന്നലെ വീഡിയോ കോൾ ചെയ്ത അമ്മാമ്മ, മമ്മിയുടെ മമ്മി? ഇവാൻ പോയി ഫ്രഷ് ആയിട്ട് വാ, അമ്മാമ്മ ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഞാൻ ഇപ്പൊ വരാം. അവനെന്താ നിന്നെ മമ്മീന്ന് വിളിക്കുന്നേ? കൊച്ചേ, മമ്മി അവൻ ഞാൻ ചേച്ചിയാന്നാ വിചാരിച്ചിരിക്കുന്നേ. എന്റെ കർത്താവേ, പേടിക്കണ്ട, നമുക്ക് അവരെ പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. എപ്പോ? നീ എത്ര വലിയ തെറ്റ ചെയ്യുന്നറിയോ നിനക്ക്? അല്ലെങ്കിൽ അവന്റെ പെറ്റതാളെ ഇട്ടേച്ച് പോയി അതിനെ നോവിച്ചു. ഇനി നീ അവന്റെ ശരിക്കുള്ള മമ്മി അല്ലെന്ന് അറിഞ്ഞാ അത് അതിനേക്കാൾ വലിയ വേദനയായിരിക്കൂടി. അറിയാഞ്ഞിട്ടല്ല മമ്മി, പക്ഷെ ഞാൻ മനഃപൂർവ്വമല്ല, ജസ്റ്റിച്ചും പോലും ഞാൻ ചേച്ചിയാന്നാ കരുതിയേ. നീ അവനെ എന്ത് പറഞ്ഞാ കൺവിൻസ് ചെയ്യാൻ പോകുന്നേ? സ്റ്റഡീസിന് പോവാന്ന് പറഞ്ഞു. എന്റെ റെസ്റ്റ് പീരീഡ് കഴിഞ്ഞാ ഞാൻ ഹോസ്റ്റലിലേക്ക് പോകും. അവൻ സമ്മതിക്കോ? ഞാൻ സമ്മതിപ്പിക്കും. ഡെയിലി വീഡിയോ കോളൊക്കെ ആവുമ്പോ അവൻ വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. വെക്കേഷനൊക്കെ വന്ന് കണ്ടിട്ട് പോവാലോ. എനിക്കറിയാൻ മേല. അത് ഓക്കെയാണ് മമ്മി. അവന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായം വരുമ്പോ നമുക്ക് അവന് സത്യം പറഞ്ഞ് മനസ്സിലാക്കാം. മമ്മി വാ, അമ്മാമ്മയോട് സംസാരിക്കേ. ഹായ്. വാ, അമ്മാമ്മ ഒന്ന് എടുത്തോക്കട്ടെ. അമ്മാമ്മ പിന്നെ ഒരു ദിവസം അപ്പാപ്പനെയും കൂട്ടി വരാവേ. ആ വിളിക്കാം. ഞാൻ സ്റ്റാൻഡിലാക്കിയിട്ട് വരാം. ആ ഇവാൻ, മമ്മി റെസ്റ്റ് എടുത്തോട്ടെ, നീ ഹോംവർക്ക് ചെയ്തോ? ആ പപ്പ. ശരി മോളെ. ആ എത്തിയിട്ട് വിളിക്കേ. പപ്പ എന്താ എഴുതുന്നേ? മമ്മിയുടെ പ്രൊജക്റ്റ് ആടാ. മമ്മിക്ക് പ്രൊജക്റ്റോ? ഹാ, മമ്മി നിന്നെ പോലെ ഒരു സ്റ്റുഡന്റാ. എത്രാം ക്ലാസ്സില്? PG. ഓ, അത് വലിയ ക്ലാസ് അല്ലേ? ഹാ, മമ്മി എപ്പോഴാ സ്കൂളിൽ ചേർന്നേ? സ്കൂളല്ല, കോളേജ്. ആ, എപ്പോഴാ? കുറച്ചായി. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇവിടെ വരുന്നതിന് മുമ്പാ. ഓ, അതെ, 1 മാസം കഴിയുമ്പോ കോളേജിൽ പോണം. പൊക്കോ. പക്ഷെ ഡെയിലി പോയി വരാൻ പറ്റില്ല, കോളേജ് ദൂരെയാ. അപ്പൊ ഹോസ്റ്റലിൽ നിക്കണം. അപ്പൊ മമ്മീനെ എനിക്ക് കാണാൻ പറ്റില്ലേ? പറ്റും, മമ്മി ഡെയിലി വീഡിയോ കോൾ ചെയ്യും. പിന്നെ വെക്കേഷൻ വരും. പോയേ പറ്റൂ? ഇല്ലെങ്കിൽ മമ്മിയുടെ സാറ് മമ്മീനെ വഴക്ക് പറയില്ലേ? മമ്മി പോയി പഠിച്ചൊരു ജോലി ആക്കട്ടെടോ, അപ്പം മോന് കൊറേ ടോയ്സ് വാങ്ങി തരുമല്ലോ, അല്ലേ മമ്മി? പിന്നെ അല്ലാതെ. എന്നാ ഓക്കെ. പക്ഷെ ഡെയിലി വീഡിയോ കോള്, വീക്ക്ലി വിസിറ്റ്. ഓപ്സ്, മന്ത്ലി. പപ്പ. ഓക്കെ ഫൈൻ, നമുക്ക് ഇടയ്ക്ക് പോയി കാണാം. ഇന്നെന്തിനാ ചെക്കപ്പ്? 3 ദിവസം മുമ്പല്ലേ പോയേ? അത് 3 ദിവസം മുമ്പല്ലേ? അതിന്റെ ആവശ്യമില്ല ജസ്റ്റിച്ചാ, ബെഡ് റെസ്റ്റ് പറഞ്ഞതല്ലേ, അത് കഴിഞ്ഞിട്ട് പോയാ മതി. എന്താ മടുപ്പായ ഹോസ്പിറ്റലിൽ പോയി? ഇങ്ങനെ പോയാ ഡോക്ടർക്ക് മടുപ്പാവും എന്നെ കണ്ട് കണ്ട്. എനിക്ക് പെയിനൊന്നുമില്ല. ജസ്റ്റിച്ചൻ ഇനി പോയേ പറ്റൂന്നാണെങ്കിൽ നമുക്ക് എന്റെ കോളേജിൽ പോവാം. ഇപ്പോഴോ? ആ, ഞാൻ നാളെ പോയി പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാന്നാ കരുതിയേ. ഇനിയിപ്പോ ഇന്ന് പോവാം. ലേറ്റ് ആവോ? ഇല്ല, ഇവാന്റെ സ്കൂളിൽ വിടുമ്പോഴേക്കും നമ്മൾ തിരിച്ചെത്തും. ശരി, പോവാം. ഞാൻ റെഡി ആയിട്ട് വരാം. ഓക്കെ. പച്ചവെള്ളത്തിൽ കുളിക്കണ്ട, ഹീറ്റർ ഓൺ ആക്കിക്കോ. ഇത് ഡെയിലി പറയണ്ട ജസ്റ്റിച്ചാ. വാ. ഞാൻ വരണോ? അതിനെന്താ? വരാം. അപ്പുറത്തെ പീക്കോ ഗ്രീൻ കുർത്തി ഇട്ട് നിന്ന ടീച്ചറില്ലേ, പുള്ളിക്കാർക്ക് എന്നെ കാണുമ്പോ ചൊറിയാൻ തോന്നും. അതെന്താ? ആ, ആർക്കറിയാം. നിന്റെ ഫ്രണ്ട്സിനൊന്നും കാണുന്നില്ലേ? ഞങ്ങൾക്കിപ്പോ ക്ലാസ് ഇല്ല, അടുത്ത ആഴ്ച തൊട്ടേ ഉള്ളൂ. ഓ, എന്നാ പോവാം. ഞാൻ ഇത്ര പെട്ടെന്ന് കഴിയും വിചാരിച്ചില്ല. സമയമുണ്ട്. വേറെ എങ്ങോട്ടേലും പോണോ? എവിടെ? മാപ്പിൽ ഇവിടെ അടുത്തൊരു പാർക്ക് കാണിക്കുന്നുണ്ട്, പോണോ?
എടി കൊച്ചെ, ഇത് നിന്റെ റെസ്റ്റ് പീരീഡാ. ആ തല അങ്ങനെ ഇട്ട് അളക്കാതെ. നോ വറീസ് ജസ്റ്റിച്ച. சந்தோஷமும் சோகமும் சேர்ந்து வந்து தாக்க கண்டினே சந்தேகமாய் என்னையே நானும் பார்த்து கொண்டேனே ஜாமத்தில் விழிக்கிறேன் ஜன்னல் வழி தூங்கும் நிலா ஓஹோ காய்ச்சலில் கொதிக்கிறேன் கண்ணுக்குள்ளே காதல் விழா விழா അവനൊന്ന് സർപ്രൈസ് ആവും. ബൈ ഓൾ, എന്റെ പപ്പ വന്നു. പപ്പ, മമ്മി, ഇതെന്താ മമ്മി? ഞങ്ങൾ എന്റെ കോളേജിലെ പ്രൊജക്ട് കൊടുത്തിട്ട് വരുവാ. എന്നെ കൂട്ടാണ്ട് പോയല്ലേ? ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. അടുത്ത വട്ടം കൊണ്ടുപോവാം കേട്ടോ. ശരി. പപ്പ, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ? ഓ, മാത്സോ EVSോ? രണ്ടുമല്ല, മമ്മി. മമ്മിയോ? ആ, പപ്പ എന്താ ഇപ്പൊ മമ്മീനോട് നന്നായി ബിഹേവ് ചെയ്യുന്നേ? അതാണോ നിന്റെ പ്രശ്നം? അല്ല, അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ. ഇത്ര നാളും പപ്പയ്ക്ക് മമ്മീനെ ഇഷ്ടമല്ലായിരുന്നല്ലോ. അത് എനിക്കറിയാം റീസൺ. മമ്മീനോട് പപ്പയ്ക്ക് ലവ് അല്ലേ? പപ്പയ്ക്ക് മമ്മിയോട് ലവ് ആണ്. ഇവാൻ അവിടെ നിക്ക്. മമ്മി, പപ്പയ്ക്ക് മമ്മിയോട് ലവ്. എന്ത്? ഒന്നുമില്ല. ലയർ ലയർ. പപ്പയ്ക്ക് മമ്മിയോട് ലവ് ആണ്. അതുകൊണ്ടാ പപ്പയ്ക്ക് ഇപ്പൊ മമ്മിയോട് ദേഷ്യമില്ലാത്ത. എന്റെ പപ്പയ്ക്ക് എന്റെ മമ്മിയോട് ലവ് ആണ്. അവൻ തന്നെ കണ്ടുപിടിച്ച തിയറിയാ. അവന് സത്യം അറിയില്ലല്ലോ. എനിക്ക് മനസ്സിലായി. 2 ആഴ്ചത്തെ കൂടെ കാര്യല്ലേ ഉള്ളൂ. ഇച്ചയെ നാളെ തൊട്ട് ഓഫീസിൽ പൊക്കോ. വേണ്ട. വേണം. എനിക്കിപ്പോ ഒരു ഹെൽപ്പ് ആവശ്യമില്ല. ഇച്ചയെ വെറുതെ ലീവ് കളയണ്ട. ഞാൻ ഒരു പണി എടുക്കില്ല, സത്യം. നോക്കാം. നീ 1 month ലീവായിരിക്കും പറഞ്ഞിട്ട് അവള് ലീവ് എടുക്കണ്ട പറഞ്ഞു. അവൾക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. പിന്നെ 1 മാസം റെസ്റ്റ് പറഞ്ഞതല്ലേ. അവള് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇവാനെ അവളെയും കൂട്ടി വീട്ടിലോട്ട് വാ. ആടാ വരാം. ഞാൻ കുഞ്ഞിയോടെല്ലാം പറഞ്ഞു. എനിക്ക് റിയേനൊന്ന് തല്ലിയതോർത്ത് കിടന്നുറങ്ങാൻ പറ്റിയില്ല. നമ്മുടെ കുഞ്ഞിപ്പെങ്ങളല്ലേടാ അവള്. അത് അറിയാതെ നീ അവളെ എന്തോരം ദ്രോഹിച്ചിരിക്കുന്നു. എനിക്കിതാ ഇഷ്ടായ. എനിക്കും. കഴിക്കാം മമ്മി, എനിക്ക് വിശക്കുന്നുണ്ട്. പറയും പോലെ നിന്റെ പപ്പയൊന്നും നമ്മളെ ഒന്നും വിളിച്ചില്ലല്ലോ. ഞാൻ പോയി നോക്കട്ടെ. ആ, ജസ്റ്റിച്ച, പുറത്തു പോ. എന്തു പറ്റി? റിയ പ്ലീസ് ഒന്ന് പുറത്തു പോ. ഇല്ല. ഒന്ന് പോ കുഞ്ഞെ. ലൂസിങ് മൈ കൺട്രോൾ. ടാബ്ലറ്റ്സ് ഇല്ലേ? ഓഫീസിലായി പോയി. മെല്ലിച്ചേട്ടയെ വിളിച്ചിട്ട് എടുത്തിട്ട് വരാൻ പറയട്ടെ. അതിനുള്ള സമയമില്ല. നീ പുറത്തു പോ പ്ലീസ്. ആ കീ എടുത്ത് ഡോർ ലോക്ക് ചെയ്തിട്ട് പോക്കോ. ജസ്റ്റിച്ച, പോ.
നമ്മുടെ കുഞ്ഞിപ്പങ്ങളല്ലടാ അവള്. അതറിയാതെ നീ അവളെ എന്തോരം ദ്രോഹിച്ചിരിക്കുന്നു. എന്താ മമ്മി? ഒന്നുമില്ല, വേഗം കഴിച്ചിട്ട് ഉറങ്ങിക്കോ. അപ്പൊ പപ്പ? പപ്പ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളൂ. தனியாக தவிக்கின்ற துணை வேண்டாம் அன்பே போ, பிணமாக நடக்கின்ற உயிர் வேண்டாம் தூரம் போ. நீ தொட்டால் இடமெல்லாம் இருக்கிறது அன்பே போ, நான் போகும் நிமிடங்கள் உனக்காகும் அன்பே போ. இது வேண்டாம் அன்பே போ, நிஜம் தேடும் பெண்ணே போ, உயிரோடு விளையாட விதி செய்தால் அன்பே போ. ജസ്റ്റിച്ച എന്തേ ചെയ്യുന്നേ? ഓ, നിർത്ത്. ഞാൻ നിന്നോട് എന്ത് വലിയ ദ്രോഹം ചെയ്ത്. ജസ്റ്റിച്ച, மறுமுறை வாழ்ந்திட வழி இல்லையா? ജസ്റ്റിച്ച നിർത്ത്. தேடைகளெல்லாம் விடியலை காணும் விதி இல்லை. என் காதல் ஒலியலையா, உன் நஷ்டம் முன்பே போ. என் கனவு கலைந்தாலும் நீ இருந்தாய் என்பே போ. എന്താടാ? ഒന്നുമില്ല. നീ കുറച്ച് ഡേയ്സ് ആയിട്ട് നല്ല ഹാപ്പി ആയിരുന്നല്ലോ. ഇപ്പൊ പിന്നെ എന്തു പറ്റി? റിയ, അവക്കെന്തു പറ്റി? ചെയ്യാത്ത തെറ്റിന് അവൾ എത്ര അനുഭവിച്ചടാ. അത് വിടടാ, മനഃപൂർവ്വമല്ലല്ലോ. അവളും വിട്ടില്ലേ. നീ മനസ്സറിഞ്ഞൊരു സോറി പറ. അങ്ങനെ ഒരു സോറി കൊണ്ട് ഉണങ്ങുന്നതല്ല ഞാൻ അവക്ക് കൊടുത്ത മുറിവ്. നീ പൊക്കോ, എനിക്ക് കുറച്ച് പെൻഡിങ് വർക്ക്സ് ഉണ്ട്. ശരി. India is my country. All Indians are my brothers and sisters. എന്തു പറ്റി? ഒന്നുമില്ല. ഉണ്ട്, പറ. നിനക്കെന്നോട് ദേഷ്യം തോന്നില്ലേ? എന്തിന്? എല്ലാത്തിനും. ജസ്റ്റിച്ച മനഃപൂർവ്വമല്ലല്ലോ, അതും ഞാനാണെന്നറിയാതെ അല്ലേ? നീയാണെന്നറിയില്ലായിരുന്നു. പക്ഷെ ഞാനാ നിന്നെ ഉപദ്രവിക്കുന്നതെന്ന് എനിക്കറിയായിരുന്നു. നീ നേരെയാണെന്ന് കരുതി അവളോടുള്ള ദേഷ്യം തീർക്കുന്ന സന്തോഷത്തിലായിരുന്നു ഞാൻ. പക്ഷെ എനിക്കറിയില്ലായിരുന്നു കുഞ്ഞെ നീയാന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ മേത്തൊരു മണൽത്തേരി പോലും ഞാൻ നുള്ളിയിടില്ലായിരുന്നു. നിന്നോട് മാപ്പ് പറയാൻ പോലുള്ള യോഗ്യത എനിക്കില്ലാന്നറിയാം. പക്ഷെ ഓരോ പ്രാവശ്യം നിന്നെ കാണുമ്പോൾ ഞാൻ നിന്നോട് ചെയ്തതോർത്ത് എനിക്ക് തന്നെ എന്നോട് ജസ്റ്റിച്ച, എനിക്കറിയില്ല നിന്നോട് എങ്ങനെ മാപ്പ് പറയണ്ടേന്ന്, എന്ത് പറഞ്ഞാ നിന്നെ ആശ്വസിപ്പിക്കണ്ടേന്ന്. ഐ ആം സോറി.
സൺഡേ ഹോസ്റ്റലിൽ പോണ്ടേ, അപ്പോ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട്, അതിന്റെ ലിസ്റ്റ് എഴുതാം. ഐ വിൽ മിസ് യു. മമ്മി ഇവാനെയും മിസ് ചെയ്യും. ഡെയിലി വിളിക്കണേ. ഉറപ്പല്ലേ? പപ്പയും മമ്മീനെ മിസ് ചെയ്യും. നമുക്കൊരു ഫാമിലി ഫോട്ടോ എടുക്കാം. ഞാൻ പപ്പയെ വിളിച്ചിട്ട് വരാം. വാ. ഉണ്ടാകിരായ് തുണ്ടാകിരായ് ഉന്നാകായം കൊണ്ടിനേ காயத்தை நேசித்தேனே என்ன சொல்ல நானும் இனி நான் கனவிலும் வசித்தேனே என்னுடைய உலகம் தனி ഡാ റിയ പോവല്ലേ? പാവം. അവള് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വീട് ഉറങ്ങിയതുപോലെ തോന്നുമല്ലേ? സത്യം. ഇനിയിപ്പോ നിന്റെ കല്യാണം നോക്കിയിട്ട് കാര്യമില്ല. അതെന്താ? ഇവാനിനി സമ്മതിക്കോ? അവന്റെ നോട്ടത്തി അവന്റെ അമ്മ ഇപ്പോഴും കൂടെയില്ലേ? അതാ എന്റെയും പേടി. ഇനി റിയയുടെ കല്യാണം അവര് നോക്കില്ലേ? അയ്യോ, അത് ശരിയാണല്ലോ. മൊത്തത്തിൽ കുടുങ്ങി കിടക്കാം. ഇവാൻ എങ്ങനെയും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. നമുക്ക് നോക്കാം. സത്യം പറഞ്ഞ നീ റിയയെ കെട്ടിയ എല്ലാ പ്രശ്നവും തീരും. ഡാ, ഞാൻ ചുമ്മാ പറഞ്ഞതാ, ചൂടാവണ്ട. അപ്പൊ ശരി. പപ്പ, ഉം, മമ്മി നാളെ പോവില്ലേ? ഉം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒന്നിച്ച് നടക്കാം. പ്ലീസ് പപ്പ. പ്ലീസ് മമ്മി. ഞാൻ ഇതുവരെ നിങ്ങളുടെ രണ്ടാളുടെ കൂടെ ഒരുമിച്ച് കിടന്നിട്ടില്ലല്ലോ. പ്ലീസ്. ഇപ്പൊ മോനത് കഴിക്കേ. ഏയ്. ഞാൻ സെന്ററിൽ. ആ, മമ്മി എനിക്ക് ഇറുകുന്നു. ഞാൻ സൈഡിൽ കിടന്നോട്ടെ? നിങ്ങൾ അവിടെ കിടന്നോ. ഡിസ്കംഫർട്ട് ആയിരിക്കും എല്ലാവർക്കും കൂടെ കിടക്കാൻ. വേണ്ട പപ്പ പോണ്ട. മമ്മി നടുക്ക് കിടന്നോ. കെട്ടിപ്പിടിക്ക് പപ്പ. എല്ലാം എടുത്തില്ലേ? എന്നാ ഇറങ്ങാം. ജസ്റ്റിസ, എന്നോടൊന്നും പറയാനില്ലേ? പോയിട്ട് വാ. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു. നോ, നീ അത് പറയണ്ട. അപ്പൊ എന്നെ നോ.
ശരി വാ പോ. നിന്റെ അപ്പച്ചനും മമ്മിയായിരിക്കും. ഉം. ചേച്ചി